ഇപ്പോൾ കാർവാറിൽ നിന്നുള്ള ട്രക്ക് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പാലം തകർന്ന് കാളി നദിയിലേക്ക് വീണ ട്രക്ക് അത് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 4 ക്രെയിനുകൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം തന്നെ ആ ദൗത്യം വിജയം കാണും എന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ നിന്ന് അരുൺ പൂപ്പറമ്പ, ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ലോറി കരയിൽ നിന്ന് 10 മീറ്റർ അകലെയാണുള്ളത് എന്നുള്ളതാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ഇപ്പോഴുള്ള നടപടികൾ, നീക്കങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? റീജിത്ത്, നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ 4ാമത്തെ ക്രെയിൻ അത് ഉപയോഗിക്കുകയാണ്. ആ 4ാമത്തെ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഈ ലോറി പുറത്തേക്കെടുക്കുക. അതല്ലാതെ 3 ക്രെയിനുകൾ ഉണ്ടായിരുന്നു. ആ 3 ക്രെയിനുകൾ, അതിൽ 3 റോപ്പുകൾ ഇരുമ്പ് വടം കെട്ടി അത് പുഴയുടെ അടിത്തട്ടിൽ, ഈ നദിയുടെ അടിത്തട്ടിൽ ഉണ്ടായിരുന്ന ഈ ലോറിയിൽ ഘടിപ്പിച്ചു. അതിനുശേഷം 200 മീറ്റർ അകലെ ഉണ്ടായിരുന്ന ആ ലോറിയെ ഇപ്പോൾ പുഴയുടെ തൊട്ടടുത്ത്, നമുക്ക് ആ ദൃശ്യങ്ങൾ പാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നിലവിൽ ആ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ആ തോണിയുള്ള ആ ഭാഗത്താണ് നിലവിലിപ്പോൾ ആ ലോറി ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ 3 ക്രെയിനിൻ്റെയും റോപ്പുകൾ ലൂസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നുള്ളത് 4ാമത്തെ ആ വലിയ ക്രെയിൻ, ആ ക്രെയിൻ ഉപയോഗിച്ച് അത് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി അത് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനമാണ് ആ ക്രെയിനിലുള്ളത്. അത് ഡയറക്റ്റ്ലി ഹുക്ക് ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അത് വ്യക്തമാകും. അതിപ്പോൾ അതിനുള്ള സജ്ജീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 4ാമത്തെ ക്രെയിൻ അത് ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉയർത്താൻ സാധിക്കും. ഇപ്പോൾ അത് നിലവിലിപ്പോൾ നദിയുടെ അതായത് കരയുടെ തൊട്ടടുത്താണ് ആ ലോറി ഉള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് 4ാമതുള്ള വലിയ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും അത് ഇനി ഡയറക്റ്റ്ലി ഈ പുഴക്കടിത്തട്ടിലുള്ള ഈ ലോറിയിൽ ഹുക്ക് ചെയ്ത് അതിന് നേരിട്ട് തന്നെ ആ കരയിലേക്ക് ഉയർത്തുന്ന നടപടിയാണ്. അതിൻ്റെ ഒരു സജ്ജീകരണമാണ്, അതിൻ്റെ അവസാനഘട്ട നടപടിയാണ്. നമുക്ക് നിലവിലിപ്പോൾ തത്സമയ ദൃശ്യം കാണാം. അതിൻ്റെ ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ക്രെയിനിൻ്റെ മുൻഭാഗം ഇപ്പോൾ ആ പുഴയുടെ നിലവിലിപ്പോൾ ലോറിയുള്ള സ്ഥാനത്തേക്ക് അത് കൃത്യമായി പോയിന്റ് ചെയ്യും. അതിനുശേഷം അത് കൃത്യമായി ഹുക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ലോറി കരയിലേക്ക് അടുപ്പിക്കുക. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് നിലവിൽ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു 3 ക്രെയിനുകൾ, ആ 3 ക്രെയിനുകളിൽ 3 വലിയ ഇരുമ്പ് വടം ഉപയോഗിച്ച് അത് ഈ 200 മീറ്റർ അകലെയാണ്. അതായത് പാലം തകർന്നത് നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കരയിൽ നിന്ന് 200 മീറ്റർ അകലെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ലോറിയിൽ ആ 3 ഇരുമ്പ് വടങ്ങളും ഘടിപ്പിച്ചു. അതിനുശേഷമാണ് നിലവിലിപ്പോൾ കരയിലേക്ക് ഇത് അടുപ്പിച്ചത്. പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ കാണാം. ക്യാമറമാൻ അത് സൂം ചെയ്താൽ അതിൻ്റെ നിലവിലിപ്പോൾ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഈശ്വർ മാൽപ്പയാണ്. പല ഘട്ടങ്ങളിലും ഈ ലോറിയുടെ നിലവിൽ ഹുക്ക് ചെയ്തത് അത് തകർന്നു പോയപ്പോഴും, അല്ലെങ്കിൽ അതിൽ പല ബ്ലോക്കുകൾ ഉണ്ടായ ഘട്ടത്തിലും ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് വീണ്ടും ഡൈവ് ചെയ്തുകൊണ്ട് അത് പരിഹരിച്ചത്. അതിനുശേഷം ആണ് വീണ്ടും റോപ്പ് കെട്ടി അത് കരക്കേക്ക് എത്തിച്ചത്. ഇപ്പോൾ കരയുടെ ഭാഗത്ത് തൊട്ടടുത്ത് തന്നെയാണ് ലോറി ഉള്ളത്. പക്ഷെ നമുക്ക് കൃത്യമായി വിസിബിൾ ആവില്ല, അല്ലെങ്കിൽ കൃത്യമായി കാണില്ല. നിലവിലിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 4ാമത്തെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രക്ക് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി, അതായത് ഈ നിലവിലിപ്പോൾ നദിയുടെ അടിയിലുള്ള ആ ട്രക്ക് പുറത്തേക്ക് എടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ദൗത്യമാണ്. അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള അവസാന ഘട്ടത്തിലാണ് നിലവിലുള്ളത്. അതായത് കന്യാവേരി പൻവേൽ ദേശീയപാത കടന്നു പോകുന്ന ആ പാലമാണ്. ആ പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോയി വരാം. ആ പാലമാണ് ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രി തകർന്നു വീണത്. ആ തകർന്ന ഘട്ടത്തിലാണ് ആ ട്രക്ക് ഈ നദിയിലേക്ക് പതിച്ചത്, കാളി നദിയിലേക്ക് പതിച്ചത്. അതിനുശേഷം അതിൻ്റെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി.
ആ ലോറി പക്ഷേ എന്നാൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, വലിയ അടിയൊഴുക്ക് കാരണം ആ ട്രക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല. നേരത്തെ ഈ ട്രക്കിൻ്റെ ഉടമ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോട് അത് ആവശ്യപ്പെടുന്നു. നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിലവിലിപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്ന ഘട്ടത്തിൽ, അടിയൊഴുക്ക് കുറഞ്ഞ ഘട്ടത്തിൽ ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തത്. അതിന് അമരത്ത് ഈശ്വർ മാൽപ്പയാണ്. നമുക്ക് മലയാളികൾക്ക് ഇപ്പോൾ ഈശ്വർ മാൽപ്പയെ സുപരിചിതമായി അറിയാം. ഷിരൂരിലെ ദൗത്യത്തിന് വലിയ നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള ഈശ്വർ മാൽപ്പയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘം അതിന് നേതൃത്വം നൽകുന്നു. ഷിരൂരിൽ നിന്ന് ഏകദേശം 51 കിലോമീറ്റർ മാത്രമാണ് ഈ ദൗത്യം നടക്കുന്ന ഈ സ്ഥലത്തേക്കുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഒരു താരതമ്യപ്പെടുത്തിയാൽ, ഷിരൂരിൽ നമ്മുടെ അർജുൻ ഓടിച്ചിരുന്ന ലോറി കണ്ടെത്തിയാലും ഇതേ സംവിധാനങ്ങൾ, ഇതേ രീതിയിലായിരിക്കും അത് പുറത്തേക്കെടുക്കുന്ന നടപടി ഉണ്ടാകും. പക്ഷേ അവിടെയുള്ള ഒരു പ്രതിസന്ധി, വലിയ മൺകൂനകൾ, പ്രശ്നങ്ങൾ, അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു വിസിബിലിറ്റിയുടെയോ പുഴയുടെ അടിത്തട്ടിൽ അത്തരത്തിലുള്ള വലിയ മൺകൂനകളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിലവിലിപ്പോൾ നമ്മളിതാ ദൃശ്യങ്ങളിൽ കാണാം, നാലാമത്തെ ക്രെയിനിൽ അത് ഹുക്ക് ചെയ്തിരിക്കുന്നു. നാലാമത്തെ ക്രെയിനിൽ അത് ഹുക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ്. അത് അല്പം കൂടി സൂം ചെയ്താൽ നമുക്ക് കാണാം. ഇനി അല്പസമയത്തിനകം അത് ഉയർത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ഉയർത്തുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. ഉയർത്തുന്ന ദൃശ്യങ്ങൾ കൂടി ക്യാമറമാൻ കാണിച്ചു കഴിഞ്ഞാൽ ഉയർത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. അത് ഉയർന്നു വരികയാണ്. നിലവിലിപ്പോൾ അല്പസമയത്തിനകം ഉടൻ തന്നെ ഈ ലോറി ഉയർന്നു വരും. അത് ലോറി നമുക്ക് വിസിബിൾ അറിയിച്ചിട്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ലോറി ഉയർത്തിയെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കും. നിലവിലിപ്പോൾ നാലാമത്തെ ക്രെയിൻ അതിൽ ഘടിപ്പിച്ചിട്ടുള്ള വലിയ ഇരുമ്പ് വടം അതിൽ ഹുക്ക് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ ഇതിന്റെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അത് ഉയർത്താൻ കഴിയും. അതിനുള്ള നടപടിയാണിപ്പോൾ, അതിനുള്ള ശ്രമമാണിപ്പോൾ നാലാമത്തെ വലിയ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതായത് ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ ട്രക്ക് ദേശീയപാത കടന്നു പോകുന്ന ഈ പാലത്തിൽ നിന്ന് പാലം പൊട്ടി ഈ നദിയിലേക്ക് പതിച്ചത്. നിലവിലിപ്പോൾ അതിനുശേഷം 9 ദിവസത്തിന് ശേഷമാണിപ്പോൾ, 9-ാം ദിനത്തിലാണിപ്പോൾ ഈ ദൗത്യം ഒരു പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചത്. അതിൽ പ്രതികൂലമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടുത്തെ അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ദൗത്യം, അതിന് ഈശ്വർ മാൽപ്പയാണ് നേതൃത്വം നൽകിയത്. അദ്ദേഹം രാവിലെ തന്നെ എത്തി. അവരുടെ സംഘത്തും ചേർന്ന് 3 മുങ്ങൽ വിദഗ്ധരാണ് ഡൈവ് ചെയ്ത് ഇത് ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് കൃത്യമായി നിലവിലിപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൃത്യമായി മുങ്ങി ലോറിയുടെ ട്രക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് ഹുക്ക് ചെയ്തത്. 200 മീറ്റർ അകലെ ഉണ്ടായിരുന്ന ആ ട്രക്ക് ഇപ്പോൾ ഈ കരയോട് ചേർന്ന തൊട്ടടുത്ത് തന്നെയുണ്ട്. നാലാമത്തെ ഒരു ക്രെയിൻ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. ആ നാലാമത്തെ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ അവസാന ഘട്ടം, അതായത് ഡയറക്റ്റ്ലി ഇത് കരയോട് ചേർന്ന ഭാഗത്തെത്തിയാൽ നാലാമത്തെ ക്രെയിനായിരിക്കും ഉപയോഗിക്കുക എന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദൗത്യം മുന്നോട്ട് പോകുന്നത്. നാലാമത്തെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉയർത്തുന്ന നടപടിയാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇതിപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിലവിൽ ആ ഇരുമ്പ് വടം അത് ഒന്നുകൂടി നമുക്കത് സൂം ചെയ്താൽ ആ ഇരുമ്പ് വടം കൃത്യമായി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ആ ലോറിയിൽ അത് ഹുക്ക് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ഉയർത്തിയെടുക്കുക എന്ന നടപടിയാണ് വേണ്ടത്. അതിലേക്ക് അവർ കടക്കുകയാണ്. അതിൻ്റെ മറ്റൊരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അതിന് സമീപത്തുണ്ടായിരുന്ന മറ്റ് നാട്ടുകാരെയും ഇത് കാണാൻ നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നത്. അവരെല്ലാം ഈ ക്രെയിനിന്റെ സമീപം ഉണ്ടായവരൊക്കെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ലോറിയുടെ ഭാഗമാണിപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോറിയുടെ ഭാഗമാണിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നാലാമതായി സജ്ജീകരിച്ച ക്രെയിൻ ഉപയോഗിച്ചിപ്പോൾ അത് ഉയർത്തുന്ന തത്സമയ ദൃശ്യമാണ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മാസം 7-ാം തീയതി ദേശീയപാതയിലൂടെ കടന്നു പോകുന്നതിനിടെ നദിയിലേക്ക് പതിച്ച, പാലം തകർന്ന് നദിയിലേക്ക് പതിച്ച ലോറി ഇപ്പോൾ 9-ാം ദിനത്തിലാണ് നിലവിൽ ഇപ്പോൾ അത് ഉയർത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യം, ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ നേതൃത്വം നൽകിയിട്ടുള്ള ദൗത്യം, ആ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടം, നിർണായക ഘട്ടമാണ്. ഇപ്പോൾ നമുക്ക് ലോറിയുടെ ഒരു ചെറുഭാഗം നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. 3 ക്രെയിനുകൾ ഉപയോഗിച്ച് 200 മീറ്റർ അകലെ ഉണ്ടായിരുന്ന ആ ലോറി നദിയുടെ അടിത്തട്ടിലൂടെ തന്നെ വലിയ ഇരുമ്പ് വടം ഉപയോഗിച്ച് ആ കരയുടെ അടുത്തെത്തിച്ചു. 4ാമതായി സജ്ജീകരിച്ചിട്ടുള്ള കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ള ആ 4ാമത്തെ ക്രെയിൻ ഉപയോഗിച്ച് അത് കൃത്യമായി റോപ്പ് അതിൽ ഹുക്ക് ചെയ്തുകൊണ്ട് നിലവിലിപ്പോൾ 4ാമത്തെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ലോറി ഉയർത്തിയെടുക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദൗത്യത്തിൻ്റെ ഒരു വലിയ വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുള്ള ദൗത്യമാണ് നിലവിലിപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതിനിപ്പോൾ അതായത് വളരെ സൂക്ഷ്മമായാണ് അവർ അത് ഉയർത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അവർ ഉയർത്തിയെടുത്തു. അതിന് അല്പം സമയമെടുത്ത് അത് കൃത്യമായി അതിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയ ശേഷമാണ് വീണ്ടും അത് ഉയർത്തിയെടുക്കുന്ന നടപടിയിലേക്ക് പോകുന്നത്. നേരത്തെ നമ്മോട് ഇതിൻ്റെ ട്രക്ക് ഉടമ ഉൾപ്പെടെ സംസാരിച്ചിരുന്ന ഒരു പുതിയ ട്രക്കാണത്. ഇനിയിപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ ആ ലോറി ട്രക്ക് പൂർണ്ണമായും തന്നെ ഉയർത്തി മുകളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കരക്കേക്ക് എത്തിക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ 4ാമതായി സജ്ജീകരിച്ചിട്ടുള്ള ആ ക്രെയിൻ ഉപയോഗിച്ചാണ് നിലവിൽ ഇപ്പോൾ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരാൾ ഈ ലോറിയുടെ അടുത്തേക്ക്, ആ ദൗത്യ സംഘത്തിൽപ്പെട്ട ഒരാൾ ലോറിയുടെ അടുത്തേക്ക് പോകുന്നത് കാണാം. ഒരുപക്ഷെ അത് നിലവിൽ അതിൻ്റെ കൃത്യമായ അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ഇരുമ്പ് വടം അത് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അദ്ദേഹം നിലവിലിപ്പോൾ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ കരുതുന്നത് അദ്ദേഹം നിലവിലിപ്പോൾ അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ഇരുമ്പ് വടം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത് ടൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിക്കായിരിക്കാം അദ്ദേഹം നിലവിലിപ്പോൾ ആ പുഴയിൽ മുങ്ങിയിട്ടുള്ളത് എന്നതാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ ദൗത്യത്തിൽ ഉണ്ടായ ഒരാളാണ്. ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ നിമിഷങ്ങൾക്കകം തന്നെ ഇത് നമുക്ക് ഈ ലോറി ഈ ട്രക്ക് ഉയർത്താൻ സാധിക്കും എന്നതാണ്. നമുക്കെന്തായാലും ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിന് സമീപം കാർവാറിൽ പാലം തകർന്ന് പുഴയിൽ വീണ ട്രക്ക് അത് ഉയർത്താനുള്ള നടപടികൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നു. ആ ട്രക്കിന്റെ ഭാഗം അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 200 മീറ്റർ ദൂരെ നിന്നാണ് 3 ക്രെയിനുകൾ ഉപയോഗിച്ച് വലിച്ച് കരയ്ക്ക് സമീപത്തേക്കായി ഇപ്പോൾ ആ ട്രക്കിനെ എത്തിച്ചിട്ടുണ്ട്. ആ ട്രക്കിൽ ഹുക്ക് ചെയ്തിരിക്കുന്ന ഭാഗം അത് കൂടുതൽ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത് നിലയുറപ്പിച്ചിരിക്കുന്നത് കൃത്യമായാണ് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടി അവിടേക്ക് എത്തുന്നത്, അവർ ആ നടപടികൾ പൂർത്തിയാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 9 ദിവസത്തിന് ശേഷം ഈ അപകടം നടന്ന് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടതിന് ശേഷം പുതിയ കൂടുതൽ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ട്രക്ക് കരയിലേക്ക് വലിച്ചു കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരയ്ക്ക് തൊട്ട് സമീപത്ത് തന്നെ ആ ട്രക്കുണ്ട്. ആ ട്രക്കിൻ്റെ പിൻഭാഗമാണ് നമ്മൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ 4ാമത് കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച് അവിടെ ഹൂക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ കരയിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ള നടപടിയാണ് ബാക്കിയുള്ളത്. രാവിലെ മുതൽ തുടങ്ങിയ ദൗത്യമാണ്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ കരയിലേക്ക് ആ ട്രക്കിനെ കയറ്റാനുള്ള ശ്രമം ഉണ്ടാകുന്നു. നമുക്കറിയാം ഷിരൂരിലെ അർജുൻ്റെ ലോറി മിസ്സിംഗ് ആയതുമായി ബന്ധപ്പെട്ട് അതിന് സമാനമായ രീതിയിലുള്ള ദൗത്യമാണ് നടക്കുന്നത്. അവിടെ അത് കണ്ടെത്തുകയാണെങ്കിൽ, ആ ലോറി കണ്ടെത്തുകയാണെങ്കിൽ ഈ രീതി തന്നെ അവലംബിച്ചുകൊണ്ടായിരിക്കും അതും കരയിലേക്ക് എത്തിക്കുക. കാർവാറിൽ പാലം തകർന്ന് കാളി നദിയിലേക്ക് വീണ ട്രക്ക് അത് ദിവസങ്ങൾ പിന്നിടുന്നു. ആ ഘട്ടത്തിൽ അത് ഉയർത്തുക വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. കാരണം പ്രതികൂലമായ കാലാവസ്ഥ, പുഴയിലുണ്ടായിരുന്ന അടിയൊഴുക്ക് അതൊക്കെ മാറിയതിനു ശേഷം അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടതിന് ശേഷം ആ ദൗത്യം വീണ്ടും സജീവമാകുകയായിരുന്നു. രാവിലെ മുതൽ 3 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് നടന്നത്. ഈശ്വർ മാൽപ്പയാണ് ആ ദൗത്യത്തിന് പ്രധാന പങ്കാളിയാവുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ നേരത്തെ അരുൺ പൂപ്പറമ്പ് സൂചിപ്പിച്ചതുപോലെ മലയാളികൾക്കൊക്കെ പരിചിതമായൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നിരവധി തവണ ഡൈവ് ചെയ്യുന്നതും അതിൽ ഹൂക്ക് ഘടിപ്പിക്കുന്നതുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ 4ാമത്തെ ക്രെയിൻ കൂടി എത്തിച്ചുകൊണ്ട് ആ ട്രക്ക് ഉയർത്താൻ കഴിയുന്ന, അത്രയും ഭാരം ഉയർത്താൻ കഴിയുന്ന
ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കരയ്ക്ക് തൊട്ട് സമീപത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ആ ട്രക്കിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതിനെ വളരെ വേഗത്തിൽ തന്നെ കരയിലേക്ക് എത്തിക്കാൻ കഴിയും. അതിന് ആ ദൗത്യത്തിൻ്റെ വലിയ വെല്ലുവിളികൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനിയും ആ ട്രക്ക് ഉയർത്തുക, ഈ ഹൂക്ക് പൊട്ടാതെ കൃത്യമായത് കരയിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. നേരത്തെ ആ ലോറി ഉടമയോട് അരുൺ പൂപ്പറമ്പ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിലെ ഡ്രൈവറെ അതിസാഹസികമായി അവിടെയുള്ള നാട്ടുകാർ രക്ഷിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ആ ട്രക്ക് കാണാം. ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് കരയിലേക്ക് എത്തിക്കാൻ കഴിയും, അങ്ങനെയല്ലേ അരുൺ പൂപ്പറമ്പ? റീജിത്ത്, ഇപ്പോൾ മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപ്പി ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഈ ലോറി ഈ കരക്ക് നിലവിൽ നമുക്ക് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ കൃത്യമായി അത് ഹുക്ക് ചെയ്തത് കൃത്യമായ ടൈറ്റിൽ ആണോ എന്നും അത് സ്ഥിരീകരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു നിലവിലുള്ള സ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവർ നിലവിലിപ്പോൾ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ഓക്കെയാണ് എന്ന തരത്തിലാണ് ഈശ്വർ മാൽപ്പെ നിലവിൽ അങ്ങോട്ട് ഒരു സന്ദേശം കൈമാറിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നിലവിലിപ്പോൾ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹുക്ക് ചെയ്ത കരയോട് തൊട്ട് ചേർന്നാണ് ഉള്ളത്. ഏതാനും മീറ്റർ മാത്രമാണ് കരയും ഈ നിലവിലിപ്പോൾ ലോറി ഉള്ള സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏറെ വൈകാതെ തന്നെ ഇത് ഉയർത്താൻ ഇനി സാധിക്കും. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നിലവിൽ 200 മീറ്റർ അകലെ ഉണ്ടായിരുന്ന ഈ ട്രക്ക് നിലവിൽ ഇപ്പോൾ കരയുടെ തൊട്ടടുത്തെത്തിച്ചത്. അതിനുശേഷം അവർ നാലാമത്തെ ഒരു ക്രെയിൻ സജ്ജീകരിക്കുന്നു. അത് അല്പം കൂടി വലിയ ഒരു ക്രെയിനാണ്. ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഒരു കൃത്യമായി ടൈറ്റ് ഹുക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ക്രെയിൻ കൂടി നിലവിൽ ഇപ്പോൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ കൂടി ഒരു റോപ്പ് ഹുക്ക് ചെയ്യാനാണോ ശ്രമമെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അതിനുള്ള ശ്രമമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഒരു ക്രെയിനും കൂടി ഇപ്പോൾ എന്തായാലും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.